ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. EGM അഥവാ എബനേസർ ഗോസ്പൽ മിനിസ്ട്രിയിൽ ദൈവവചനവുമായി വീണ്ടും കടന്നു വരുവാൻ സർവശക്തനായ കൃപാലുവായ ദൈവം എന്നെ അനുവദിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവസരം നൽകിയ അഡ്മിന്മാർക്കും എന്നെ ശ്രവിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഏവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആശീർവാദം എന്ന വിഷയത്തെ അനുബന്ധിച്ച് നാം ചിന്തിച്ച് വരികയായിരുന്നുവല്ലോ. ശബത്ത് എന്ന വിഷയത്തിലൂടെയും നാം അല്പമായി ചിന്തിച്ചു. അനേകരുടേതായിരിക്കുന്ന ആലോചന പ്രകാരം, പറഞ്ഞത് പ്രകാരം ഉപദേശത്തെക്കുറിച്ച് അല്പമായി ചിന്തിക്കുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഏറ്റവും അനുഗ്രഹീതമായ, ആഴമായി ശ്രദ്ധിക്കുകയും പഠിക്കുകയും നാം നിത്യതയ്ക്ക് കൊള്ളാവുന്നവരായി തീരുവാൻ തക്കവണ്ണം നമ്മളെ പ്രാപ്തരാക്കി നിർത്തുന്ന ഉപദേശത്തെക്കുറിച്ച് ആഴമായി നമുക്ക് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യണമെന്ന് ഈ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി. അനേക പ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും ദുരുപദേഷ്ടാക്കന്മാരും വിവിധ നിലയിൽ ദൈവത്തിൻ്റെ ആലോചനകളെ ദുരുപദേശമായി മാറ്റുന്ന ഈ കാലയളവിലാണ് നാം ജീവിച്ച് വരുന്നത്. അതുകൊണ്ട് ഉപദേശം എന്നുള്ളതായിരിക്കുന്ന വിഷയത്തിലൂടെ ഉപദേശങ്ങൾ നമുക്ക് ഒന്ന് ചിന്തിക്കുകയും സത്യവചനത്തെ നാം മനസ്സിലാക്കുകയും നിലനിൽക്കുകയും ചെയ്യുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഉപദേശങ്ങൾ വിവിധ തരത്തിലുണ്ട്. സത്യോപദേശമുണ്ട്, ദുരുപദേശങ്ങളുണ്ട്, ക്രിസ്തുവിൻ്റെ ഉപദേശം, അപ്പോസ്തലന്മാരുടെ ഉപദേശം, ഇനി തുടങ്ങിയ ഉപദേശങ്ങളെക്കുറിച്ച് നാം ശരിയായി അറിയേണ്ടതായ കാര്യം ആവശ്യമാണ്. വേണ്ടി വന്നാൽ വൃതന്മാരെ കൂടെ തെറ്റിപ്പാനായി ചക്രവാക്കും മുഖസ്തുതിയും പത്യോപദേശമില്ലാത്തതായ സംസാരിക്കുന്ന ഒരു വലിയ ജനസമൂഹത്തിൻ്റെ മധ്യത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തുടക്കമായി നാം ഉപദേശം എന്നുള്ളതായിരിക്കുന്ന വിഷയത്തെ ആധാരമാക്കി ചിന്തിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടും വളരെ ശ്രദ്ധയോടും ദൈവവചനത്തെ ശരിയായി വണ്ണം ഗ്രഹിപ്പാൻ തക്കവണ്ണം തിരുവെഴുത്തുകളുടെ പരിശോധനയിലും ഉറ്റിരുന്നു കൊണ്ട് കേൾക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഉപദേശം അല്ലെങ്കിൽ ടീച്ചിങ്, അതിൻ്റെ അർത്ഥം ശിക്ഷണം, ബോധനം, പഠിപ്പിക്കൽ എന്നൊക്കെയുള്ള ഈ ആശയങ്ങളോടാണ് ഉപദേശം എന്ന വാക്ക് നിലനിൽക്കുന്നത്. ഉപദേശമെന്ന ക്രിയാ ധാതു അധികവും കാണപ്പെടുന്നത് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ധാരാളം, അല്ലെങ്കിൽ എബ്രയ, ഗ്രീക്ക് എന്നിവയിൽ അനേക പദങ്ങൾ ഈ ആശയങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്നാമതായി ബിൻ, വേർപെടുത്തുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്തോത്രം. ദൈവവചനപ്രകാരം, സ്തോത്രം, ഈ പദങ്ങളെ
ഈ എബ്രായ പദ അതിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്ക് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഗുണാഗുണ വിവേചനത്തിന് അധ്യാപകനുമായുള്ള കഴിവിനെ ഇത് കാണിക്കുകയാണ്. അപ്പോൾ ഗുണവും ഗുണമില്ലാത്തതും തമ്മിൽ വേർപെടുത്തി കാണിക്കുന്ന പദമാണ് ബിൻ എന്നുള്ളത്. രണ്ടാമതായി നാം ചിന്തിച്ച് വരുന്നത് സാഹാർ എന്ന വാക്കാണ്. പ്രകാശിപ്പിക്കുക അല്ലെങ്കിൽ പ്രബോധനം നൽകുക എന്ന പദമാണ് നൽകപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം പ്രകാശിപ്പിക്കുക, പ്രബോധനം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ മറഞ്ഞിരിക്കുന്നതായ ഒരു കാര്യത്തെ ശരിയായി പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ വിഷയത്തെ ആധാരമാക്കി പ്രബോധിപ്പിച്ച് നമ്മെ മനസ്സിലാക്കുകയാണ് ഇതിൻ്റെ അർത്ഥമാക്കുന്നത്. മൂന്നാമതായി ലാമത്, അടിക്കുക. അധ്യാപനത്തിൽ ശിക്ഷണത്തിൻ്റെയും ശിക്ഷയുടെയും പ്രാധാന്യം വ്യക്തമാക്കുന്നു. പഴയ നിയമത്തിൽ അനേക പ്രാവശ്യം ഈ പദം കാണാം. ഉപദേശം അനുസരണമാണ്, അത് പരിശീലിപ്പിക്കുക. സ്തോത്രം. ഇതാണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് അടിക്കുക എന്നുള്ളതായ നന്മയും തിന്മയും കൊള്ളരുതാത്തതും ശരിയായതും തെറ്റായതും ഇതിനെ സ്തോത്രം എടുത്ത് കാണിച്ച് തെറ്റായതിനെ അടിച്ച് കളയുന്നതാണ്. ഉപദേശത്തിൻ്റെ ഉപജ്ഞാതാവ് ദൈവം തന്നെയാണ്. അത് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. നമുക്ക് മനസ്സിലാക്കുന്നത് ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ മഴ പോലെ എൻ്റെ ഉപദേശം പൊഴിയും, എൻ്റെ വചനം മഞ്ഞുപോലെയും ഇളം പുല്ലിന്മേൽ പൊടി പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയും. അപ്പം ഉപദേശം എന്ന് ദൈവത്തിൽ നിന്ന് തന്നെയാണ് ഉള്ളത്. ദൈവമാണ് അതിൻ്റെ ഉപജ്ഞാതാവെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അടുത്തതായി റാ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആടുകളെ മേയിക്കുക. സ്തോത്രം. അപ്പോൾ വിദ്യാർത്ഥികളോട് ഉണ്ടാകേണ്ട ഉത്തരവാദിത്തെ കുറിക്കുന്ന വാക്കാണ് അത്, ഉപദേശം എന്നുള്ളതായ ഈ വാക്ക്. ഇനി യാറ എന്നുള്ളതായിരിക്കുന്ന അടുത്ത പദമാണ് എറിയുക. പഠിതാക്കൾക്ക് പുതിയ ആശയം കൊടുക്കുക എന്നതാണ് അധ്യാപകൻ്റെ ഉത്തരവാദിത്വം. ഇങ്ങനെ പഴയ നിയമത്തിൽ ഈ ഉപദേശം എന്നുള്ളതായിരിക്കുന്ന വിഷയത്തോടനുബന്ധിച്ച് ഈ വാക്കുകൾക്ക് ധാരാളം പ്രാധാന്യങ്ങളുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പുതിയ നിയമത്തിൽ ഡിഡസ്കോപ്പ് അല്ലെങ്കിൽ പഠിപ്പിക്കുക, അത് പ്രഭാഷണ രൂപത്തിലും ചർച്ചാരൂപത്തിലും പഠിപ്പിക്കുന്നതിനെയാണ് ഉപദേശമെന്ന് പറയുന്നത്. രണ്ടാമത് ഡിയർമി ന്യൂവോ എന്ന വാക്കാണ്, വ്യാഖ്യാനിക്കുക എന്നതാണ്.
മത്തായി എഴുതിയ ലൂക്കോസ് സുവിശേഷത്തിൽ 24-27 തൊട്ട് നമുക്കത് കാണുവാൻ കഴിയും. പഠിപ്പിക്കുക എന്നത് മത്തായി സുവിശേഷം 28-19, എഫീസ് 4-11 നമുക്ക് വായിക്കുമ്പോഴത് നമുക്ക് വ്യക്തമാകുന്നതാണ്. കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 15-ലും ഇതൊക്കെ കാണുവാൻ കഴിയും. അപ്പോൾ പഠിപ്പിക്കുക പ്രഭാഷണ രൂപത്തിലും ചർച്ചാ രൂപത്തിലും. ഇനി മൂന്നാമതായി പാറാറ്റിധെമി, അടുത്ത് ചേർത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ തിരുവചനങ്ങളെ, അല്ലെ പാറാറ്റിധമി എന്ന് പറഞ്ഞാൽ അടുത്ത് ചേർത്ത് വയ്ക്കുക, പ്രവചനങ്ങളെ ചേർത്ത് വെച്ച് കാലഘട്ടങ്ങളെ വിവേചിച്ച് പഠിക്കുന്നതിനെയാണ്. അതിന് ഉപമകളുണ്ട്, തിരുവെഴുത്തുകളുണ്ട്, ആലങ്കാരികമുണ്ട്, അങ്ങനെ ധാരാളം കാര്യങ്ങൾ അത് നമുക്ക് എങ്ങനെ പഠിക്കണമെന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. നാലാമതായി എക്റ്റിധേമി, വിവരിക്കുക, പാഠഭാഗത്തിലെ ഗുപ്തമായ ആശയങ്ങളെ അനാവരണം ചെയ്ത് പഠിപ്പിക്കുക. ഇപ്പം പാഠഭാഗത്തിലെ ഗുപ്തമായ ആശയങ്ങളെ അനാവരണം ചെയ്ത് പഠിപ്പിക്കുകയാണ്. ചിലത് നമ്മൾ വായിച്ചാലും നമുക്ക് മനസ്സിലാകാത്ത ധാരാളം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഗുപ്തമായി വച്ചിരിക്കുന്ന ചില സംഗതികൾ ദൈവവചനത്തിലുണ്ട് എന്നുള്ളതാണ്. അത് നാം സ്തോത്രം ഈ ആശയങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ്. പിന്നെ മൻതനോ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ള അർത്ഥം തന്നെയാണ് വിഷയങ്ങളെ അന്ധത നീക്കി പഠിപ്പിക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ സ്പഷ്ടമായി വ്യക്തമാക്കി കൊടുക്കുക. ഇത് വളരെ ചുമതലയുള്ളതാണ്, വളരെ ബുദ്ധിമുട്ടേറിയതുമാണ്. എന്ന് പറഞ്ഞാൽ ദൈവവചനം ബഹുനിശ്ചയത്തോടുകൂടി പഠിപ്പിക്കണം. വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറുവാൻ പാടില്ല. അതിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുവാൻ പാടില്ല. സത്യവചനത്തെ യഥാർത്ഥമായി പഠിപ്പിക്കുക എന്നുള്ളതാണ്. അധ്യാപകനും വിദ്യാർത്ഥിയും ഒരുപോലെ പത്യോപദേശത്തിന് വിധേയപ്പെടണം. അപ്പോൾ ദൈവത്തിൽ നിന്ന് തന്നെയാണ് ആദ്യമായിട്ട് ഉപദേശത്തിൻ്റെ ഉപജ്ഞാതാവ് ദൈവം തന്നെയാണ്. പിന്നെ നമുക്കൊന്നാമതായി കടന്ന മോശയെ അഹരോനെയെ നിയോഗിച്ചതായി കാണുവാൻ കഴിയും. പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും ജ്ഞാനികളെയും ഉപദേഷ്ടാക്കന്മാരും സുവിശേഷം ഇങ്ങനെ അപ്പോസ്തലന്മാരെയൊക്കെയും ശാസ്ത്രിമാരെയൊക്കെയും തിരഞ്ഞെടുത്ത് ഉത്ബോധിപ്പിക്കുന്നതായി പഠിപ്പിക്കുന്നതായി കാണുവാൻ നമുക്ക് കഴിയും. കർത്താവായ യേശുക്രിസ്തു ആണ് നല്ല ടീച്ചർ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഉപദേഷ്ടാക്കന്മാരെന്ന് ഇവരെ പറയാറുണ്ട്. എബ്രയ ഭാഷയിൽ മോറേഹ് എന്ന ഏകവചനം കാണാം, മോറീം എന്ന ബഹുവചനവും കാണാം. ഗ്രീക്കിൽ ഡിഡസ്കോലോസ് എന്ന് കാണാം. പ്രബോധനം നൽകുന്നവൻ എന്നാണ്. യഹൂദ മത നിയമങ്ങൾ പഠിപ്പിക്കുന്നവരാണ് ഈ ഉപദേഷ്ടാക്കന്മാർ. ലൂക്കോസ് സുവിശേഷം 2:46, റോമലേഖനം 2:20 യോഹന്നാൻ 3:2 ക്രിസ്തു പഠിപ്പിക്കുന്നതായി കാണുവാൻ ഉപദേഷ്ടാവായി കാണുന്നത് കാണാം. 3:10 നിക്കോദോമസിനെ കാണാം. ഇനി ധാരാളം തിരുവചനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ചിലർ പത്യോപദേശം പഠിപ്പിക്കാതെ ചെവിക്ക് ഇമ്പകരമായി സത്യത്തെ വലിച്ച് ഒടിച്ച് പഠിപ്പിക്കുന്നതായി കാണും.
അപ്പോൾ പത്യോപദേശത്തെ പഠിപ്പിക്കാതെ ചെവിക്ക് ഇമ്പകരമായിട്ട് സത്യത്തെ വളച്ചൊടിച്ച് ജനങ്ങളിൽ വിശ്വാസത്തെ ഉരുവാക്കുന്നതായി കാണാം. അതുകൊണ്ട് ചക്രവാക്കോ മുഖസ്തുതിയോ ഇമ്പകരമായിരിക്കുന്നതോ വശീകരണ ജ്ഞാനങ്ങളോ ഇതൊന്നും ആയിരിക്കരുത്. ബഹുനിശ്ചയം ദൈവവചനത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ബഹുനിശ്ചയത്തോടു കൂടെ വേണം സ്തോത്രം നമുക്കൊരു ഉപദേശകനായി ഇരിക്കേണ്ടത്. അതുകൊണ്ട് ഉപദേശ രൂപം സൃഷ്ടിക്കുന്നത് എങ്ങനെയെന്ന്, സത്യോപദേശം എന്താണ്, എന്തെല്ലാം അറിയണം എന്നൊക്കെ നമുക്ക് പഠിക്കേണ്ടതായ ഒരു ബൃഹത്തായ വിഷയം തന്നെയാണ്. ഇത് എടുക്കുവാൻ തന്നെയുള്ള കാരണം അനേക ഉപദേശങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. സത്യത്തിൻ്റെ ഉപദേശങ്ങൾ വിട്ട് ഓരോ ആളുകളും മുന്നോട്ട് പോകുന്നതായി കാണാൻ കഴിയും. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിലെ 6-ാം അധ്യായത്തിൽ ദൈവത്തെങ്കിലെ വിശ്വാസം, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ എങ്ങനെയാണ്, ആ അറിവിന് വിപരീതമായിട്ടുള്ള ഉപദേശങ്ങൾ ഏതെല്ലാമാണ്, ദൈവസങ്കല്പങ്ങൾ നമ്മളുടെ എന്താണ്, ദൈവത്തെക്കുറിച്ച് നാം ചിന്തിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്, അതിൽ തെറ്റും ശരിയും എന്താണ് എന്ന് നമുക്ക് ശരിയായി അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ടീച്ചിങ് ആണ്, യഥാർത്ഥമായ ഒരു ഉപദേശമാണ് നമ്മളെ നേരായ വഴിയിലേക്ക്, സത്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. ദുരുപദേശങ്ങൾ ധാരാളം ഈ ലോകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ആ ഉപദേശം എന്നത് നാം ശ്രദ്ധിച്ചില്ല എങ്കിൽ ഒരു കള്ളനോട്ടിനെ പോലെ ചെറിയ ചെറിയ മൈന്യൂട്ടായ കാര്യങ്ങളായിരിക്കാം അതിൽ നിന്ന് നല്ല നോട്ടുമായി വ്യത്യസ്തമായിരിക്കുന്നത് പോലെ ഒറ്റ നോട്ടത്തിലോ ഒറ്റ വായനയിലോ ചിലപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയാത്ത ഗൂഢമായിരിക്കുന്ന ദുരുപദേശങ്ങൾ നമ്മളെ വഴിതെറ്റിക്കുവാനിടയാകും. അതുകൊണ്ട് ദൈവവചനത്തിലൂടെ ഗുപ്തമായി ദൈവം വെച്ചിരിക്കുന്ന കാര്യങ്ങളെ ശരിയായി പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ല എങ്കിൽ നമ്മളുടെ വിശ്വാസം വ്യർത്ഥമായി തീരുവാൻ ഇടയുണ്ട്. ദൈവത്തിങ്കലെ വിശ്വാസം, ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ധാരാളം, ഭൂമുഖത്ത് ധാരാളം കാഴ്ചപ്പാടുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഹൈന്ദവർ വിശ്വസിക്കുന്ന ദൈവിക വിശ്വാസത്തെ അല്ല മുസ്ലിം വിശ്വസിക്കുന്നത്. മുസ്ലിം വിശ്വസിക്കുന്നത് പോലെയല്ല യഹൂദന്മാർ വിശ്വസിക്കുന്നത്. യഹൂദന്മാർ വിശ്വസിക്കുന്നത് പോലെയല്ല ക്രിസ്ത്യാനികളിൽ വ്യത്യസ്തമായ വിശ്വാസങ്ങളുണ്ട്. ഇങ്ങനെ മറ്റ് ഇതിലെല്ലാം വ്യത്യസ്തമായ വിശ്വാസങ്ങളാണ് ദൈവത്തെക്കുറിച്ച് ഉള്ളത്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം പഠിക്കേണ്ടതായ ഒരു കാര്യമാണ് ഉപദേശം. ആ ഉപദേശം സത്യമായിരിക്കണം. സത്യമല്ലാത്തതാണ് ഉപദേശം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം നമുക്ക് ഇത് പഠിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം, ഈ ആശയത്തിൽ നിന്നെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു പഠനം നമുക്ക് ആവശ്യമാണ്. അതിൻ്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റം അനുസരിച്ച് വരുന്നത് പോലെ
ഉപദേശങ്ങൾ നമുക്ക് കൊണ്ടുപോകുവാൻ കഴിയും. കർത്താവ് പറഞ്ഞത് അതാണ്, പരിജ്ഞാനത്തിൻ്റെ താക്കോൽ അവിടെ എടുത്ത്, പരിജ്ഞാനത്തിൻ്റെ താക്കോൽ. ഇപ്പം ഗൂഢമായിരിക്കുന്ന കാര്യങ്ങളെ, ദൈവിക പ്രവചനങ്ങളെ നിരത്തി ദൈവത്തിൻ്റെ ആലോചനകളെ ചേർത്ത് വെച്ച് സ്തോത്രം ശരിയായ വിധത്തിൽ മനുഷ്യന് ശിക്ഷയും നൽകി യാഥാർത്ഥ്യത്തെ മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കുവാൻ നമുക്ക് കഴിയണം. വളരെ ഉത്തരവാദിത്വമുള്ളതാണ്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് കൊള്ളാവുന്ന വേലക്കാരനായി നിൽക്കുകയാണ്. അത് ബഹുനിശ്ചയത്തോടുകൂടി ആയിരിക്കണമെന്നാണ്. അതിനെ കാലങ്ങളെ അധിഷ്ഠിതമായി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഉപദേശം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം ദൈവത്തെങ്കിലെ വിശ്വാസം, ദൈവം ഏകനോ ത്രിയോഗ്യനോ. അപ്പോൾ നമുക്ക് ഓരോ വിഷയങ്ങളും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പിന്നെ സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, ധാരാളം സ്നാനങ്ങൾ ദൈവവചനത്തിലുണ്ട്. എന്നാൽ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടുന്നതായ സ്നാനം ഏതാണ്? കർത്താവ് പറഞ്ഞതോ അതെയോ ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അതിനെ വ്യാഖ്യാനിച്ചു കൊടുത്തതോ? ഇതിലേതാണ് ശരിയെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. വാക്കുകളുടെ ആവർത്തനമാണോ? വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന സത്യമാണോ എന്ന കാര്യം നാം ശരിയായി പഠിക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ വലിയതായിരിക്കുന്ന ഒരു പഠനം സ്തോത്രോപദേശം എന്ന നിലയിൽ നമുക്ക് ആവശ്യമാണ്. അത് വളരെ നമ്മളെ സത്യത്തിലേക്ക് നമ്മളെ നയിക്കപ്പെടുവാനിടയാക്കും. ന്യായപ്രമാണത്തിൻ്റെ കെട്ടുകളിൽ നിന്ന്, കാരണം വരുവാനുടെ നിഴലില്ലാതെ സാക്ഷാൽ സ്വരൂപമല്ലായകയാൽ നീക്കുകയും നിവർത്തിക്കുകയും ചെയ്തതായിരിക്കുന്ന, ഒന്നാമത്തെ നീക്കി രണ്ടാമത്തെ സ്ഥാപിച്ച പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തെ ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ യോവേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ എൻ്റെ ആത്മാവ് അപ്പോസ്തലന്മാരിലൂടെ സംസാരിച്ചതായ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതിൻ്റെ സത്യത്തെക്കുറിച്ച് സ്തോത്രം നമുക്ക് അതിൻ്റെ പൂർണ്ണത എന്ത് എന്ന് മനസ്സിലാക്കുവാനിടയാകണം. എങ്കിൽ മാത്രമാണ് ക്രിസ്തുവിനെ യഥാർത്ഥമായി നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 2:38 മത്തായി സുവിശേഷം 28:19 സ്തോത്രം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് നമുക്ക് പോവുകയാണ്. പറഞ്ഞു വന്നത്, ഉപദേശമെന്ന വിഷയത്തെ ആധാരമാക്കി ദുരുപദേശം എങ്ങനെ എവിടെ നിന്നൊക്കെ ഉണ്ടാകുന്നു എന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായി, ലോകത്ത് കാണുന്നതായിരിക്കുന്ന ഉപദേശങ്ങൾ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വ്യാജത്തിൻ്റെ വ്യാപാരത്തെ മനുഷ്യരിലേക്ക് എത്തിക്കുന്നതായ ഉപദേശങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടായത്, എങ്ങനെയാണ് ഉണ്ടായതെന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കത് ഉൽപ്പത്തി പുസ്തകം മുതൽ തുടർന്ന് നമുക്ക് ചിന്തിക്കണമെന്ന് ഞാൻ കർത്താവിൽ ഹല്ലേലൂയ ആഗ്രഹിക്കുകയാണ്.
ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ബാലന്മാർക്കും ശിശുക്കൾക്കും വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. വളരെ ദൈവവചനത്തിൻ്റെ ആഴങ്ങളെ നാം കാണുന്നവരായി തീരണം. ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ അറിവ്, ദൈവത്തിൽ നിന്നുള്ള ഉപദേശത്തെക്കുറിച്ചുള്ള ശരിയായ അറിവ്, കാലഘട്ടങ്ങളെ അനുസരിച്ച് ദൈവം സ്ഥാപിച്ച ഉപദേശത്തെ ശരിയായി അറിയണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത ദിവസം മുതൽ, ഉൽപ്പത്തി പുസ്തകം മുതൽ, ശരിയായ ഉപദേശവും ദുരു ഉപദേശവും എന്ന വിഷയത്തെ ആസ്പദമാക്കി നാം ചിന്തിക്കും എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ ഈ വചനങ്ങൾ നമ്മൾ പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഉപദേശം എന്നുള്ളതായ വിഷയത്തെ ആസ്പദമാക്കി നമുക്ക് തുടർന്ന് നമുക്ക് ചിന്തിക്കാം. ഈ കാലഘട്ടത്തിൽ അത് ആവശ്യമെന്ന് ചിലരും പറയുന്നു. സ്തോത്രം. ഓരോ വിഷയത്തെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായം 1-4 ഇതൊക്കെയും നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. കാരണം ആത്മാവിൻ്റെ അടയാളം അന്യഭാഷികമാണോ മാത്രമാണോ, ഒരിക്കലായി മാത്രം സംഭവിക്കുന്നതായ ചില സംഭവങ്ങളെക്കുറിച്ച് നമുക്കറിയണം. കാരണം അന്ന് കൂടിയിരുന്നതായിരിക്കുന്ന ആ വിവിധ ഭാഷക്കാർക്ക് വ്യാഖ്യാനിയില്ലാതെ അന്യഭാഷയിൽ, അവർക്കറിയാത്ത ഭാഷയിൽ, മറ്റുള്ളവരുടെ ഭാഷയിൽ സംസാരിക്കപ്പെട്ട സന്ദർഭം ഒരടയാളമായി നമുക്ക് കാണാൻ കഴിയും. അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. അന്ത്യകാല ലക്ഷണത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണം. എന്നാൽ പിന്നീട് സഭയിൽ കൊരിന്ത്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അന്യഭാഷ അന്ന് പറഞ്ഞവർക്ക് പിന്നെ അന്യഭാഷ മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കുകയും വ്യാഖ്യാനി ആവശ്യമായും വരുന്നതായ ഉപദേശം. അപ്പോൾ ഇതിനെയൊക്കെ കുറിച്ച് നമുക്ക് ആധികാരികമായി ചിന്തിക്കേണ്ടതുണ്ട്. എന്തും പറയുന്നതല്ല അന്യഭാഷ. എല്ലാത്തിൻ്റെയും ദൂതും ഒക്കെയും പറഞ്ഞിട്ട് ഒരു ഭാഷ തന്നെ മറിച്ചും തിരിച്ചും ഒരു 2-3 സെൻറ്റൻസ് തന്നെ ഒക്കെ പറയുന്നതല്ല. കൃത്യമായ വ്യാകരണത്തോടും കൃത്യമായ ഭാഷയാണ്. നാം ഓർക്കണം, ആ കാലഘട്ടങ്ങളെ അടിസ്ഥാനമാക്കി നാം ചിന്തിക്കേണ്ടതുണ്ട്. അന്യഭാഷകളാലും അന്യന്മാരുടെ അധരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കുമെങ്കിലും അവർ ഗ്രഹിക്കയില്ല. ഇപ്പോൾ പ്രാധാന്യമുള്ളതെന്ത് എന്നൊക്കെ നമുക്ക് ആത്മവരങ്ങളെക്കുറിച്ച് ശരിയായ പഠനം ആവശ്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം മുതൽ സത്യോപദേശവും ദുരുപദേശവും എന്നുള്ളതായിരിക്കുന്ന വിഷയത്തെ ആധാരമാക്കി ജനത്തെ വഞ്ചിക്കുന്ന ദുഷ്ടപൈശാചിക ഉപദേശത്തെ തിരിച്ചറിയുവാൻ നമുക്ക് തുടർന്നും പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. വരും ദിവസങ്ങളിൽ കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ ഈ വിഷയങ്ങളെ ആധാരമാക്കിക്കൊണ്ട് പലരുടെ അഭിപ്രായ പ്രകാരം സ്തോത്രം ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടും വളരെ ജാഗ്രതയോടും ദൈവവചനത്തിൻ്റെ ആഴങ്ങളെ ശ്രദ്ധിപ്പാൻ, അത് മനസ്സിലാക്കുവാൻ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ട്
നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ കേൾക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ.